യേശുക്രിസ്തുവിനെ പിശാചിന് ലക്ഷ്യമിടാൻ പറ്റിയില്ല. മറിച്ച് യേശുക്രിസ്തു പിശാച് ബാധിച്ചവരെയും പിശാചിനെയും ദുർഭൂത ശക്തികളെയും ലക്ഷ്യമിട്ടിരുന്നു. നിങ്ങളെ പിശാച് ദൃഷ്ടി വെക്കരുത്, ലക്ഷ്യം വെക്കരുത്. മറിച്ച് നിങ്ങൾ പിശാചിനെ ലക്ഷ്യം വെക്കുന്നവരാകണം. നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ദൈവം ഒരു വലിയ ജയം തരാൻ ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് ദൈവം നൽകി തരുന്നത് പിശാചിന്റെ സകല പ്രവൃത്തികളെയും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും പുറത്താക്കുവാൻ ദൈവം നിങ്ങൾക്ക് നൽകിയ അധികാരം നിങ്ങൾ തിരിച്ചറിയുക, അത് ഉപയോഗിക്കുക. ഹല്ലേലൂയ. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശുക്രിസ്തു നസ്രയത്തിൽ വന്ന് തൻ്റെ വളർന്ന പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം നിവർത്തിയിട്ട് ദൈവത്തിന്റെ പ്രവചനത്തിന്റെ നിവൃത്തി അവൻ വായിച്ചത് ഇങ്ങനെയാണ്: ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ലൂക്കോസ് 4:18. പീഡിതന്മാരെ വിടുവിച്ചയക്കുക, ബദ്ധന്മാരെ വിടുവിച്ചയക്കുക, സ്വതന്ത്രരാക്കുക. പിശാച് ബാധിച്ച ആളുകളെ, ജനത്തെ, അഡിക്റ്റ് ആയിട്ട് പോയ ജനത്തെ അഭിഷേകത്താൽ പുറത്തു കൊണ്ടുവരിക. ചുരുക്കത്തിൽ യേശുവിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം പൈശാചിക ശക്തികളാൽ പൊസസ് ചെയ്യപ്പെട്ട ജനത്തെ വിടുവിച്ചിരുന്നു. വീണ്ടും ഞാൻ പറയാം, യേശുവിന്റെ അഭിഷേകം ലക്ഷ്യമിട്ടത് ദുർഭൂത ശക്തികളെയാണ്. ജനത്തെ പുറത്ത് വരുത്താതെ വണ്ണം കെട്ടിക്കളഞ്ഞ ദുർഭൂത ശക്തികളെ. ആമേൻ. ഇന്ന് നിങ്ങൾ വിശ്വസിക്ക്, നിങ്ങളുടെ മേൽ ദൈവം അഭിഷേകം നൽകിയിട്ടുണ്ടെങ്കിൽ പിശാചിനെ നിങ്ങളെ കീഴടക്കാൻ പറ്റില്ല. പിശാചിനെ കീഴടക്കാൻ പറ്റില്ല. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, പിശാചിനോട് നിങ്ങൾ എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തു വന്നത് എന്തിനാ? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെ വിടുവിച്ചു. അടിമകളെ വിടുവിച്ചെടുക്കുക, പിശാചിന്റെ അവകാശത്തിൽ കിടന്ന ജനത്തെ വിടുവിച്ചെടുക്കുക, പീഡിതന്മാരെ സ്വതന്ത്രമായി വിട്ടേക്കുക ചെയ്യുന്നു. അപ്പം പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടു പോയതിനെ വിടുവിച്ചെടുക്കണമെങ്കിൽ പിശാചിനെ കീഴ്പ്പെടുത്തണം. ആമേൻ. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ ആയുധവർഗം കവർന്നു കളയുവാൻ കഴിയില്ലെന്നാണ് യേശു പറഞ്ഞത്. അവനെ പിടിച്ചു കെട്ടിയാലോ ആയുധവർഗം കവർന്നെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. നാളുകളായി, വർഷങ്ങളായി നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത്, നിങ്ങളുടെ തലമുറയുടെ മേൽ പിശാച് ആധിപത്യം പുലർത്തി ബന്ധിച്ചു കളഞ്ഞ് സകല ബന്ധനങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിക്കാനാ ഈ സന്ദേശം നിങ്ങളോട് പറയുന്നത്. ഈ സന്ദേശം നിങ്ങളുടെ കുടുംബത്തിൽ ചില കെട്ടുകളെ അഴിക്കും, ബന്ധനങ്ങളെ അഴിക്കും. കാരണം ബന്ധനം അഴിക്കുന്നവന്റെ വചനമാണ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ശബ്ദമാണ് ഈ പറയുന്നത്. ആമേൻ. യേശുവിനെ കണ്ട മാത്രമേ തന്നെ ദുർഭൂത ശക്തികൾ പറഞ്ഞു, മഹോന്നതനായ ദൈവപുത്ര, ഞങ്ങളെ ശിക്ഷിക്കരുതേന്നാ പറഞ്ഞു. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ നിലവിളിക്കുകയാണ്, നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞാൻ അറിയുന്നു, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്. ഓ, ഞങ്ങൾ പന്നിക്കൂട്ടത്തിലോട്ട് പൊക്കോട്ടെ. ഈ ദൂത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം, പിന്മാറ്റക്കാരെ പിശാച് ലക്ഷ്യമിടുന്നുണ്ട് കേട്ടോ. പന്നിയുടെ പ്രശ്നം എന്താ? കുളിച്ചിട്ട് വീണ്ടും ഛർദിയിലേക്ക് തിരിയുകയോ അല്ലെങ്കിൽ ചെളിയിലേക്ക് തിരിയുകയോ ആണ്. പിന്മാറ്റക്കാരെ പിശാച് ലക്ഷ്യമിടുന്നുണ്ട്. പിശാച് പോയ അശുദ്ധാത്മ വിട്ടുപോയ മനുഷ്യൻ പിന്നീട് സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞിട്ടും പിശാച് 7 ഇരട്ടി ദുർഭൂത ശക്തികളെയും കൊണ്ട് അവന്റെ മേൽ കയറിയ ഒരു സംഭവം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പിന്മാറ്റക്കാരും ശുദ്ധീകരണം ആഗ്രഹിക്കാത്ത ആളുകളെയും പിശാച് ലക്ഷ്യമിടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തെറ്റുകൾ സംഭവിച്ചാലും, ഏത് കുറവ് സംഭവിച്ചാലും നിങ്ങൾ യേശു രക്തത്താൽ കഴുകപ്പെടാനായി കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പിശാച് നിങ്ങളുടെ മേൽ അവകാശം പറയുകയില്ല. യേശുവിന്റെ രക്തം അത്ര പവർഫുള്ളാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയ്ക്കായി യാചിക്കണം, കർത്താവിന്റെ കാൽച്ചുവട്ടി വരണം, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. നിങ്ങളുടെ മേൽ ദൈവം ജയം തരും. പിശാചിനെ നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റും. ലൂക്കോസ് 10:19 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ആമേൻ. പിശാചിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ഇന്ന് ദൈവം അഴിക്കട്ടെ.
കുടുംബത്തിൽ ദൈവം അഴിക്കട്ടെ. നിങ്ങളുടെ ഭാവിയെ മുന്നോട്ട് വിടാതെ വണ്ണം തടഞ്ഞ ആ കെട്ടുകളെ ദൈവം പൊട്ടിച്ചു കളയട്ടെ. ഹല്ലേലൂയ. അവൻ അത്ഭുതം ചെയ്യുന്ന ദൈവം. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. പിശാചിന്റെ സകല പ്രവൃത്തിയിൽ നിന്നും ജനത്തെ വിടുവിച്ചെടുക്കാൻ വേണ്ടിയാണ് തന്റെ അഭിഷിക്തന്മാരെ, അപ്പോസ്തലന്മാരെ ദൈവം കൽപ്പിച്ചാക്കിയത്. പൗലോസ് പറയുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തി 26:11-18 വാക്യത്തിൽ, ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്കും തിരിക്കാനാണ് ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. സാത്താന്റെ അധികാരത്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെടുവിക്കണം. സാത്താന്റെ സകല ശക്തികളെ കീഴടക്കണം. ദൈവം നിങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കും കേട്ടോ. നിങ്ങളുടെ മേൽ തന്ന അഭിഷേകം സാത്താനെ ലക്ഷ്യമിടുന്നു. സാത്താൻ പോസസ് ചെയ്ത ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരെ വിടുവിക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറാൻ പറഞ്ഞ് മാറിയിരിക്കും. ഒരു അധികാരവും അഭിഷേകവുമാണ്. നിങ്ങൾ ചുരുങ്ങരുത്, നിങ്ങൾ ഭയപ്പെടരുത്, ഒതുങ്ങരുത്. അഭിഷേകം നിങ്ങളെ സകലത്തെ ജയിക്കുമാറാക്കും. പ്രിയ കർത്താവേ, സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവര്, അവരുടെ മേൽ പകർന്നിരിക്കുന്ന വലിയ ദൈവിക അഭിഷേകം ഓപ്പറേറ്റ് ചെയ്യട്ടെ. കർത്താവേ, സകല പൈശാചിക ശക്തികളെയും അഴിക്കാൻ പ്രത്യക്ഷനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ, മക്കളുടെ മേലും അവരുടെ കുടുംബത്തിന് മേലും തലമുറയുടെ മേലും പിശാച് ബന്ധിച്ചു വെച്ച എല്ലാ ബന്ധനങ്ങളും പൊട്ടിച്ചിട്ട് സകല പ്രവൃത്തികളെ അഴിച്ചിട്ട് കർത്താവേ, നിന്റെ മക്കൾ പുറത്തു വരട്ടെ ദൈവീയ മഹത്വത്തിനായി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ബലമായി തീരട്ടെ. നിങ്ങൾ വചനങ്ങൾ പറയണം. നിങ്ങൾക്ക് ധൈര്യം വർദ്ധിക്കും, വിടുതൽ ഉണ്ടാകും, അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. സന്ദേശം കുറച്ച് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. God bless you. Have a wonderful day.